മധ്യ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്ക് ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി പറന്നുയർന്ന ഒരു വലിയ മനുഷ്യന്റെ വേദന നിറഞ്ഞ വാർത്തയുമായാണ് ഇന്നത്തെ പ്രഭാതം വിരുന്നെത്തുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയ് ഇനി നമ്മോടൊപ്പമില്ല. കേരളത്തിന്റെയും കർണാടകയുടെയും ആകാശങ്ങളിൽ ആത്മവിശ്വാസത്തിന്റെ കൊട്ടാരങ്ങൾ പണിതുയർത്തിയ നമ്മുടെ സ്വന്തം CJ റോയ് ബംഗളൂരുവിലെ തന്റെ ഓഫീസിൽ വെച്ച് അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത വലിയൊരു ഞെട്ടലോടെയാണ് മലയാളി സമൂഹം കേട്ടത്. സാധാരണക്കാരനിൽ നിന്നും ശതകോടീശ്വരനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വെറും ഒരു ബിസിനസ് യാത്രയായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാത്ത കരുത്തിന്റെ ഒരു പാഠപുസ്തകമായിരുന്നു. IT ഭീമനായ ഹ്യൂലറ്റ് പക്കാർഡിലെ ജോലി ഉപേക്ഷിച്ച് കയ്യിലുള്ള സമ്പാദ്യവുമായി റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോൾ പലരും നെറ്റിച്ചൊളിച്ചിരുന്നു. എന്നാൽ സീറോ ഡെറ്റ് എന്ന തൻ്റെ ഉറച്ച നയത്തിലൂടെ അദ്ദേഹം പടുതുയർത്തിയത് 160-ൽ പരം പ്രോജക്റ്റുകളാണ്. അറബിക്കടലിന്റെ തീരത്തെ കൊച്ചി മുതൽ മണലാരണ്യത്തിലെ ദുബായ് വരെ ആ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. മോഹൻലാലിനെ നായകനാക്കി കാസനോവയും മരക്കാറും ഒക്കെ നിർമ്മിച്ച അദ്ദേഹം സിനിമയോടുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ചിട്ടുള്ളതാണ്. 12 റോൾസ് റോയ്സ് കാറുകൾ തന്റെ ഗ്യാരേജിൽ നിരത്തിയപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന 200-ലധികം കുട്ടികൾക്ക് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച ആ വലിയ മനസ്സ് നമ്മൾ മറക്കരുത്. 3 ദിവസമായി തുടരുന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹമെന്ന് ബന്ധുക്കൾ വേദനയോടെ ഓർക്കുന്നു. ഒടുവിൽ വിധിയുടെ വിളിക്ക് മുമ്പിൽ ആ ആത്മവിശ്വാസം പതറിപ്പോയിരിക്കാം. 57-ാം വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ ബാക്കിയാവുന്നത് 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് അദ്ദേഹം പകർന്നു നൽകിയ തലചായ്ക്കാൻ ഒരു ഇടം എന്ന സ്വപ്നവും ആത്മവിശ്വാസത്തിന്റെ ആ വലിയ പേരുമാണ്. ബംഗളൂരുവിൽ പൊതുദർശനത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ ആ ഭൗതിക ശരീരം സംസ്കരിക്കും. ആ വിയോഗത്തിൽ നമുക്കും പങ്കുചേരാം. അദ്ദേഹത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.